ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ഫാസ്റ്റ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മളിതിന് മുമ്പ് ഒരു സൂപ്പർ ഫാസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണിയുടെ റെസിപ്പി ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം. ഇതും അതുപോലെ തന്നെ ഒരു സൂപ്പർ ഫാസ്റ്റ് ബിരിയാണിയാണ് കേട്ടോ. കറക്റ്റ് 25 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ സാധാരണ അരി വെക്കുന്ന റേഷൻ കടയിൽ അരി വെച്ചിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. സാധാരണ അരിയാണ് കേട്ടോ. ഇനിയിപ്പം ബിരിയാണിയുടെ അരി ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ബിരിയാണി ഒന്നും ഉണ്ടാക്കാതെ നിൽക്കണ്ട, പെട്ടെന്ന് പോയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു അരി ഒന്ന് കഴുകിയെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതുപോലത്തെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഈ അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനി കുറച്ച് സമയം നമ്മളിതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ ഈ അരിൻ്റെ പശപ്പും അതേപോലെ അതൊക്കെ പോയിട്ട് നല്ലൊരു വൈറ്റ് കളർ അരിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡി ആയിരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് സവാള ഉണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണേ. അപ്പോൾ സവാള ഞാനൊരു 2 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സവാള ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ബിരിയാണിക്ക്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കുടുക്കയിൽ അപ്പുറത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം. അപ്പോൾ ഇതിലേക്കുള്ള സ്പൈസസുകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കായ, ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ ചേർത്ത് കൊടുത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളക്കാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മൾ അവിടെ സവാള ഫ്രൈ ചെയ്തെടുക്കും വേണം. ഈ ഒരു സവാള ഫ്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് അരി വേവിച്ചെടുക്കണം. ഇത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങളിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ തിളക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക കുറച്ച്. പിന്നെ അതേപോലെ കുറച്ചൊരു ചെറുനാരങ്ങൻ്റെ നീരില്ലെങ്കിൽ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ അരികളൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല വേറെ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച അരി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊരു 3/4 ഭാഗം വേവ് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്ക് നമ്മുടെ സവാള ഒക്കെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിലൊരു പണിയായിട്ട് തോന്നുള്ളൂ, ഈ ഒരു സവാള ഫ്രൈ ചെയ്യലും. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ അരിക്ക് വെള്ളം വെച്ച് അരി വേവിച്ചെടുക്കുമാണ് കേട്ടോ. എന്നാൽ രണ്ടും ഒരേ ടൈമിൽ കഴിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതൊന്ന് കോരിയെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ സവാള ഫ്രൈ ചെയ്തൊക്കെ ഒന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബിരിയാണിക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് മസാലയും ഉപ്പൊക്കെ പോയിട്ടിട്ട് എടുത്ത് വെച്ച ചിക്കനായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ചിക്കനായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പീസോ ചെറിയ പീസോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് മല്ലിച്ചപ്പും പുതിനയിലാണ് കേട്ടോ. അത് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞാനത് എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എന്തായാലും അത് എടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ അരി വേവുമ്പം അതൊന്ന് ഊറ്റിയെടുക്കാനുള്ള പാത്രം ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കണം കേട്ടോ. പിന്നെ അത് റെഡിയായി കഴിഞ്ഞിട്ട് പാത്രം എടുക്കാൻ പോകുമ്പോഴേക്ക് നമ്മുടെ അരിയൊക്കെ വേവേറിപ്പോവും. അപ്പോൾ അത് ആദ്യം റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് അരിയുടെ വേവ് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അത് ഊറ്റിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണ് പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബിരിയാണി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ഏതും വെക്കാം. ബട്ടറൊക്കെ യൂസ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തൊന്ന് വേവിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള, തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 കൂടെ കൂട്ടി ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില ഇടാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ഇതും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര്, പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ചേർക്കുക കേട്ടോ. തൈരിൻ്റെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കുഴച്ചെടുക്കാനുള്ള ആ ഒരു പരുവത്തിലുള്ള തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതേപോലെ കുറച്ച് ഗരം മസാല, പിന്നെ ഇതും കൂടെ ചേർത്തിട്ട് പിന്നെ നമ്മൾ കുറച്ചൊരു ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചോറ് മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരി ഊറ്റിയെടുത്ത ഉടനെ തന്നെ വേഗം ഇത് മിക്സ് ചെയ്ത് വെക്കും വേണം. കാരണം നമ്മുടെ ഈ ചോറിൻ്റെ ചൂടൊന്നും പോകാൻ പാടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചോറൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതുപോലെ ഒന്ന് പരത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ചട്ടുകോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. പിന്നെ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് നെയ്യ് ഞാൻ 6 kg ആണ് എടുത്തിട്ടുള്ളത്. അത് മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് വരുന്ന ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ആ മസാല കൂട്ടിയ സമയത്ത് നമ്മൾ സവാള ഫ്രൈ ചെയ്തപ്പം ഉപയോഗിച്ച ആ ബാക്കി ഓയിൽ ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിട്ടുപോയി പറയാൻ. അപ്പോൾ അതൊക്കെ പാത്രം മൂടി വെച്ചിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച സമയത്ത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കറക്റ്റ് ഒരു 25 മിനിറ്റ് നമ്മളിതുപോലെ വെക്കുക. 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തുറക്കൊന്നും വേണ്ട, ഇതേപോലെ തന്നെ വെക്കുക. പിന്നെ നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് കഴിക്കാൻ നേരത്തെ ഇതൊന്ന് തുറന്നിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോകാൻ നേരത്തെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ മിക്സ് ചെയ്യുന്നതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ ചോറ് മാത്രമായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. മൊത്തത്തിൽ ഒന്നായിട്ട് കൂട്ടി ഇളക്കരുത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഈ മുകൾ ഭാഗത്ത് ചോറ് മാത്രം ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു സൂപ്പർ ഫാസ്റ്റ് ബിരിയാണി റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബസുമതി അരി വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സാധാരണ അരി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അതേപോലെ തന്നെ ഈ അരിയൊക്കെ കണ്ടില്ലേ, വേറെ വേറെ വിട്ട് നിൽക്കുന്ന ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല. കറക്റ്റ് നമ്മൾ ഈ കപ്സൊക്കെ വെക്കുമ്പോഴുള്ള അരി പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്ന ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇനി അതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം മറക്കാതെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ഞാൻ ബിരിയാണിയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം മറക്കാതെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.